ഈ കുർബാന നിർത്തണം, ഇങ്ങനെ പോകാൻ പാടില്ല, സ്റ്റേറ്റനിങ് മാസമാണ്, നിങ്ങൾ ചെയ്യരുത്, ഇവിടെ എന്താണ് ഇങ്ങനെ കുർബാനയിലെ സാഹചര്യം എന്താണ്, ഇവിടെ തിരുനാളില്ല, ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ അച്ഛന്മാരെ കൂട്ടാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾ സഹികെട്ട് കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ ആൾത്താരയിലേക്ക് കയറി അവരോട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്തില്ല. ആളുകൾ അച്ഛനെ അയച്ചു കൊണ്ടുവരണമെന്നൊക്കെയാണ് ആരോപണം. ഇല്ല, എനിക്കറിയാൻ പാടില്ല അങ്ങനെയുള്ള ഒരു പരിപാടി ഉണ്ടെന്ന് അറിയുള്ളൂ. പിന്നീട് ഞാനിത് അറിഞ്ഞത് പോലീസിൽ നിന്നും ജനങ്ങളിൽ നിന്നുമാണ് ഞാൻ അറിഞ്ഞത്. ആ 10ഓളം പേരിൽ സഭയുടെ അംഗീകാരമില്ലാത്ത AMTനെയൊക്കെ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് ബസിലിക്ക ഇടവക്കാർ ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന നഷ്ടങ്ങളോ കോട്ടങ്ങളോ ഒന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ സഭയ്ക്ക് വേണ്ടിയിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് വൈദിക വൃത്തി സ്വീകരിച്ച ഒരാളാണ്. ഈ വൈദിക ജീവിതം ഞാൻ നയിക്കുമ്പോൾ എനിക്ക് വ്യക്തിപരം ഒത്തിരിയേറെ നഷ്ടങ്ങളുണ്ടാകും. ഇപ്പോൾ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ചപ്പോൾ എൻ്റെ പ്രൈവസി നഷ്ടമായി. ഞാൻ എല്ലാവരും നോട്ടപ്പുള്ളിയായി. എൻ്റെയും ആൻഡ്രൂസ് പിതാവിൻ്റെ പോലും അവിടെ വലിയ ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കും ഞങ്ങളെ നീക്കം ചെയ്യണമെന്ന്. എന്തെല്ലാം പ്രയാസങ്ങൾ വ്യക്തിപരമായിട്ടുണ്ടാക്കുന്നത് ഞാൻ എവിടെ വെച്ചാലും ശ്രദ്ധിക്കപ്പെടുകയാണ്. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ നഷ്ടങ്ങളും കോട്ടങ്ങളുമാണ്. പക്ഷേ ഞാൻ സഭയ്ക്ക് വേണ്ടിയാണ് ഈ സഹനം ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ തന്നെയാണ് അവിടെ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നത്. ഒരിക്കൽ പാചകം ചെയ്തതിന് ഒരു മീൻ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മീൻ തെറിച്ച് വീണ് എൻ്റെ കൈ തിളച്ച എണ്ണയിൽ വീണ് പൊള്ളി. അതുപോലും അവിടെ വാട്സപ്പിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ എനിക്കെതിരായിട്ട് നിൽക്കുന്നവർ ഞാൻ പൊള്ളലേറ്റ് വളരെ ഗുരുതരാവസ്ഥയിൽ ലിസി അത് പ്രവേശിപ്പിക്കുകയാണെന്ന് പോലും പറഞ്ഞു പരത്തി എന്നെ. ഇനി ഞാൻ സഭയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് സഭയ്ക്ക് എന്തെങ്കിലും തെറ്റുപറ്റി അവർ ദൈവം നോക്കിക്കൊള്ളും. ഞാനിതിന് അതിൻ്റെ അകത്ത് ബേജാറാകുന്നതിനാണ്. അച്ചടക്കമുള്ള ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ഞാൻ പെരുമാറണം. അതെൻ്റെ ഒരു ബോധ്യമാണ്. ആ ബോധ്യത്തിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഇവിടുന്ന് അവിടെ പോയ ആ ഒരാഴ്ച കൊണ്ട് ഇവിടെയുള്ള കൊച്ചച്ഛനെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കിയും ഒക്കെ അവർ ഈ അച്ഛന്മാരുടെ സഹായത്തോടെയും വിമതരായിട്ടുള്ള ആളുകളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വികാരം കൊള്ളിച്ച് ഈ ബസിലിക്കയിൽ നടന്ന സംഭവവാസങ്ങളുടെ വീഡിയോ ഫുട്ടേജ് എല്ലാം ദുർവ്യാഖ്യാനിച്ച് അവരെയൊക്കെ അവരുടെ മനസ്സും അവരുടെ വൈകാരികമായി അവരെ ഇളക്കി ബേമയൊക്കെ എടുത്ത് മാറ്റി ജനാഭിമുഖ കുർബാനയാക്കി മാറ്റി. കഴിഞ്ഞ ദിവസം ആരോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെയും ആൻഡ്രൂസ് പിതാവിൻ്റെയും ഒക്കെ ഫോൺ കോളുകൾ പോലും ചില തീവ്ര സ്വഭാവമുള്ള ചില മതസംഘടനകൾ ചോർത്തുന്നതായിട്ട് ഇങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് തെളിവൊന്നുമില്ല. കത്തോലിക്ക സഭ നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരും ഇവരെ കൈയച്ച് സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് സാമാന്യമായ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 2021 സെപ്റ്റംബർ 5-ാം തീയതിയാണ് പ്രസന്നപുരം ഹോളി ഫാമിലി ദേവാലയം ഫാദർ സെലസ്റ്റിൻ ഇഞ്ചക്കൽ കുർബാനയിൽ കൊണ്ടിരുന്നപ്പോൾ അതിക്രമിച്ച് കടന്ന് മധുബഹയും എല്ലാം അലങ്കോലമാക്കിയത്. അന്ന് ഈ അച്ഛന്മാർക്ക് ആർക്കും ഒരു പാപപരിഹാരം ചെയ്യണമെന്ന് തോന്നിയില്ല. ഈ കേസുകളെല്ലാം സെൻട്രലൈസ് ചെയ്യും, അവർക്ക് ഫണ്ട് കൊടുക്കുകയും ചെയ്യുന്നത് ഒരച്ഛൻ്റെ നേതൃത്വത്തിലാണ്. ആ അച്ഛനിലേക്കാണ് ഫണ്ടെല്ലാം വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മുടെ തന്നെ ചില അതിരൂപത സ്ഥാപനങ്ങളിൽ നിന്നാണ് അവിടെ കൂടിയിരുന്ന അച്ഛന്മാർക്ക് ഭക്ഷണമൊക്കെ നിർബാധമായിട്ട് എത്തിച്ചത്. അതെങ്ങനെയാണ് കണക്കിൽ കൊള്ളിക്കുന്നത്? വിദേശത്ത് പഠിച്ചിരുന്ന പല അച്ഛന്മാരും ഈ ഭൂമി വിവാദം കൊടുപ്പിക്കൊണ്ടിരിക്കുമ്പോഴേ വിദേശത്ത് പഠിച്ച അച്ഛന്മാർ ഒരച്ഛൻ്റെ അക്കൗണ്ടിലൂടെ ഇവിടെയുള്ള സഭ നിരോധിച്ചിട്ടുള്ള ഒരു അൽമായ സംഘടനയ്ക്ക് പണം എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അന്ന് രാവിലെ 5 മണിക്ക് ആ ഒരു പോർഷൻ വരെയായിരുന്നു പറഞ്ഞെടുത്തത്. പിന്നീട് എന്തായിരുന്നു നടന്നത്? പിന്നീട് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. ഞാൻ 1 മണിക്കൂർ കിടന്നു. പിന്നെ ഞാൻ കുളിച്ചു, അവിടെ ഇരിക്കുകയായിരുന്നു. രാവിലെ 10:30 ആയപ്പോൾ 2 പേര് വന്ന് എൻ്റെ മുറി വന്ന് ചോദിച്ചു, അച്ഛാ പോലീസ് അച്ഛനോട് താഴെ താക്കോലുമായിട്ട് വരാൻ പറഞ്ഞു. താഴേക്ക് വന്നപ്പോൾ ആളുകളെല്ലാം പള്ളിയിൽ നിന്ന് പോലീസ് ബലമായിട്ട് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛന്മാരെയും ആളുകളെയൊക്കെ അവിടെ എന്തോ ക്രമസമാന പ്രശ്നമൊക്കെ ഉണ്ടായി. ആളുകൾ അത്താരയിലേക്ക് കയറി. ആളുകൾ തലേ ദിവസം പോലെ പറയുന്നതാണ്, ഈ കുർബാന നിർത്തണം, ഇങ്ങനെ പോകാൻ പാടില്ല, സ്റ്റേറ്റനിങ് മാസമാണ്, നിങ്ങൾ ചെയ്യരുത്, ഇവിടെ എന്താണ് ഇങ്ങനെ കുർബാനയിലെ സാഹചര്യം എന്താണ്, ഇവിടെ തിരുനാളില്ല, ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ അച്ഛന്മാരെ കൂട്ടാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾ സഹികെട്ട് കുറേ ആളുകൾ
പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ അൾത്താരയിലേക്ക് കയറി പിന്നെ അവരോട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്തില്ല. അവർ ആളുകൾ അച്ഛനയച്ച് കൊണ്ടുവരണമെന്നൊക്കെയാണ് ആരോപണം. ഇല്ല, എനിക്കറിയാൻ പാടില്ല അങ്ങനെയുള്ള ഒരു പരിപാടി ഉണ്ടെന്ന് അറിയാമല്ലോ. പിന്നീട് ഞാനിത് അറിഞ്ഞത് പോലീസിൽ നിന്നും ജനങ്ങളിൽ നിന്നുമാണ് ഞാൻ അറിഞ്ഞത്. അല്ലാണ്ട് എനിക്ക് സങ്കീർത്തിരുന്നുണ്ടെന്ന് കാണാൻ ഞാനില്ലായിരുന്നല്ലോ അവിടെ. 5 മണിക്ക് ഞാൻ മുറിയിലേക്ക് പോയല്ലോ. പിന്നെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും കേൾക്കാൻ കൂടി പറ്റില്ല. മുറി 2ാം നിലയിൽ, അതെനിക്ക് കേൾക്കാനും പാടില്ല. പിന്നീട് പോലീസ് പറഞ്ഞറിഞ്ഞും പിന്നെ ആണ് അന്ന് പോലീസ് ഇറക്കിയപ്പോൾ പോലീസിനോട് പറഞ്ഞു പള്ളി പൂട്ടരുത്, കാരണം പള്ളി പൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളാണ് പൊട്ടിച്ചെന്ന് പറയും, അതുകൊണ്ട് പള്ളി തുറന്നു കിടക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു 8 മണിക്ക് രാത്രി പള്ളി പൂട്ടണം, കാരണം 8 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ശേഷം പോലീസ് ആരെയും പള്ളിയിലേക്ക് കയറ്റിയെന്ന് പറഞ്ഞ് എല്ലാവരെയും പുറത്താക്കി. അന്ന് വൈകുന്നേരം 4:30 മണിക്ക് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് തഹസീൽദാരുടെ അധ്യക്ഷതയിൽ ഒരു ചർച്ച വെച്ചു. അതിൽ ബസിലിക്കയുടെ ഭാഗത്ത് നിന്ന് നരികുളം അച്ഛൻ, മുണ്ടാടനച്ഛൻ, ജോമോൻ കൈപ്പറമ്പാടനച്ഛൻ, ഷൈജു ആൻ്റണി, തൃപ്പൂണിത്തുറക്കാരനാണെന്ന് ഓർത്തോണം, പിന്നെ ജെയ്മി അഗസ്റ്റിൻ, അശോകര ഇടവക്കാരാണ്. ഇവർ 5 പേര് ഒരു ഭാഗത്ത്. ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ, പിന്നെ ഇടവകങ്ങളായ 4 പേര് ഉണ്ടായിരുന്നു. ആ 4 പേരെയും ഞങ്ങൾ വെവ്വേറെയായിട്ട് സംസാരിച്ചു. അപ്പം ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഏകീകൃത കുർബാന മാത്രമേ ഇവിടെ നടത്താൻ സാധിക്കുകയുള്ളൂ, സിനഡ് അംഗീകരിച്ച കുർബാനയെ ഞങ്ങൾ സമ്മതിക്കുകയുള്ളൂ, അല്ലാതെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതിനുള്ള റീസൺസൊക്കെ പറഞ്ഞു. അപ്പോൾ 2 പേരെയും അവസാനം വിളിച്ചു കൂട്ടിയിട്ട് തഹസിൽദാർ പറഞ്ഞു, ഇപ്പോൾ ഇന്ന് ക്രിസ്മസ് അല്ലേ, അപ്പോൾ നല്ലൊരു ദിവസത്തിൽ പള്ളിയിലെ കർമ്മങ്ങൾ നടക്കണ്ടേ. പള്ളിയിലെ കർമ്മങ്ങൾ ആകുമ്പോൾ ഒത്തിരിയേറെ ആളുകൾ വരും. അപ്പോൾ അങ്ങനെ വരുമ്പം ഏകീകൃത കുർബാന മാത്രമേ ചെല്ലാൻ പറ്റുള്ളല്ലോ. അങ്ങനെ വീണ്ടും സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇനി ഇതിലൊരു സമവായം ഉരുത്തിരിയുന്നത് വരെ തിരുക്കർമ്മങ്ങളൊന്നും പാടില്ല എന്നുള്ള ഒരു പൊതു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെയാണ് അവിടുന്ന് പിരിഞ്ഞത്. അപ്പം അന്ന് മുതൽ പിന്നെ പള്ളിയിൽ കർമ്മങ്ങളൊന്നുമില്ല. പള്ളിയുടെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്, പള്ളിയുടെയും സക്രാരിയുടെയും താക്കോൽ എൻ്റെ തന്നെ ഉണ്ട്, ഞാൻ അത് സൂക്ഷിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇതുവരെ പള്ളി അടഞ്ഞാണ് കിടക്കണത്. അതിനുശേഷം ഈ ഇടയ്ക്ക് ഹൈക്കോടതിയിൽ ഇടവക്കാരായ 2 പേര് പിന്നെ ഒരു റിട്ട് ഹർജി സമർപ്പിച്ചു. ആ റിട്ട് ഹർജിയുടെ ഒരു ആൻ്റണി ജോസഫ്, ഒരു ടോമി ജോസഫ് എന്ന് പറയുന്ന 2 വ്യക്തികളാണ്, ആ ഇടവകാംഗങ്ങളാണ്. അവിടെ റിട്ട് ഹർജിയിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അവരുടെ പ്രയർ ഇതാണ്. അതായത് ഈ കോടതിയിൽ നിന്ന് ഗവൺമെൻറ് ചീഫ് സെക്രട്ടറിക്ക് ഒരു മാൻഡമസ് ഓർഡർ കൊടുക്കണം. അതായത് ഉന്നതമായ അധികാരികൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അവരെ അത് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ഓർപ്പിക്കുന്ന, അവരെ ചെയ്യണമെന്ന് നിർബന്ധിക്കുന്ന ഒരു ഓർഡറാണ് മാൻഡമസ് ഹർജി എന്ന് പറഞ്ഞ നിയമത്തിൽ പറയുന്നത്. അതിനൊരു മാൻഡമസ് റിട്ട് ഓർഡർ അദ്ദേഹത്തിന് കൊടുക്കണമെന്നും പറഞ്ഞ് അവിടെ എഴുതി. ആ ഓർഡറിൽ എന്താണ്, അപ്പോൾ ആ ഓർഡറിൽ അവർ ആവശ്യപ്പെട്ട് അങ്ങനെ ഒരു ഓർഡർ അദ്ദേഹത്തോട് പറയേണ്ടത് എന്താണ്, ഇതൊരു ഈ ഹർജി കൊടുത്ത ആൻ്റണി ജോസഫ് കഴിഞ്ഞ ജനുവരി 12-ാം തീയതി ചീഫ് സെക്രട്ടറിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നിവേദനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒരു മീഡിയേഷനിലൂടെ, ഒരു ടൈം ബൗണ്ടായിട്ട്, ഒരു ടൈം ഫ്രെയിം ചെയ്തുകൊണ്ട് ഒരു മീഡിയേഷനിലൂടെ ഈ പ്രശ്നം പരിഹരിച്ച് പള്ളി തുറന്ന് തിരുക്കർമ്മം നടത്തുക എന്നുള്ളതാണ്. അതിനാണ് കൊടുത്തത്. പക്ഷെ അതിന് ഫലം കാണാഞ്ഞതുകൊണ്ടായിരിക്കാം അദ്ദേഹം റിട്ട് ഹർജിയായിട്ട് കൊടുത്തത്. ആ റിട്ട് ഹർജിയിൽ അങ്ങനെ വന്നപ്പോഴാണ് റിട്ട് ഹർജിയിൽ ഒരു മീഡിയേഷൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതാണല്ലോ ഈ ചീഫ് സെക്രട്ടറിയുടെ അദ്ദേഹം കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ റെസ്പോണ്ടൻസായിട്ട് ഒരു 10ഓളം പേരുണ്ട്. ആ 10ഓളം പേരിൽ സഭയുടെ അംഗീകാരമില്ലാത്ത AMTനെയൊക്കെ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് ബസിലിക്ക ഇടവക്കാരെ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നരികുളം അച്ഛനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഡെപ്യൂട്ടി കമ്മീഷണറുണ്ട്, സ്റ്റേഷൻ ഹൗസ് ഓഫീസറുണ്ട്, ആലഞ്ചേരി പിതാവുണ്ട്, ആൻഡ്രൂസ് പിതാവുണ്ട്, പക്ഷേ AMTക്കാരും ഉണ്ട്. പക്ഷേ ബസിലിക്ക ഇടവക്കാരും അവരെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ അവിടെ വന്നപ്പോൾ അവർ പെട്ടെന്ന് പ്രത്യേക ദൂതൻ മുഖേന എല്ലാവർക്കും റെസ്പോണ്ടൻസിനെല്ലാം മെസ്സേജ് കൊടുത്തു വിട്ടു. അതായത് ഈ കഴിഞ്ഞ ഫെബ്രുവരി 6-ാം തീയതി അവിടെ കോടതിയിലെ കക്ഷികൾ ഹാജരാകണമെന്ന് പറഞ്ഞ് കൊടുത്തത്. അപ്പോൾ ഞാനും ആൻഡ്രൂസ് പിതാവും ആലഞ്ചേരി പിതാവിൻ്റെയും വക്കീൽമാരുണ്ടായിരുന്നു.
അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളവിടെ പറഞ്ഞതാണ്, ഒരു മീഡിയേഷന് ഞങ്ങൾ തയ്യാറല്ല. മീഡിയേഷന് തയ്യാറല്ല ഞങ്ങൾ. കാരണം സഭയുടെ സുപ്രീം പ്രബോധനാധികാരമാണ് സിനഡ്. ആ സിനഡ് കുർബാന വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ തീരുമാനം വയലേറ്റ് ചെയ്തുകൊണ്ട് കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലിസിറ്റ് കുർബാനയായിരിക്കും എന്നുകൂടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സിനഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഈ 2023 ജനുവരി 14 അവരൊരു എഴുതി. അതുകൊണ്ട് സിനഡിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഒരു മീഡിയേഷന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജഡ്ജി ചോദിച്ചു, മറ്റ് ഉള്ളവർ മീഡിയേഷൻ വന്നാലോ എന്ന് എൻ്റെ വക്കീലിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് 5th and 9th റെസ്പോണ്ടൻസ് ആണ്. അതായത് ആൻഡ്രൂസ് പ്രധാനു വേണ്ടി എനിക്ക് വേണ്ടിയാണ്. എനിക്ക് അവരുടെ കാര്യം മാത്രമേ കോടതിയോട് പറയേണ്ടതുള്ളൂ, മറ്റുള്ള കാര്യം ഞാൻ പറയാനായിട്ട് എനിക്ക് വക്കാലത്തൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ജഡ്ജി പറഞ്ഞു, 2 ആഴ്ചത്തേക്ക് ഇത് കേസ് പോസ്റ്റ്പോൺ ചെയ്തു. അതായത് 2 ആഴ്ചയ്ക്കുള്ളിൽ അഫിദാവിത്ത് എല്ലാവരും സമർപ്പിക്കാനായിട്ട്. അപ്പം അങ്ങനെ 20-ാം തീയതിയോടെ അഫിദാവിറ്റ് കൊടുക്കണം. ഇനി അന്ന് കോടതി എന്ത് തീരുമാനിക്കുന്നു. പക്ഷെ കോടതിക്ക് ആരെയും നിർബന്ധപൂർവം ഒരു മധ്യസ്ഥതയ്ക്ക് നിർബന്ധിക്കാൻ സാധിക്കില്ല. നമുക്ക് പള്ളി തുറക്കാൻ നമ്മൾ തയ്യാറാണ്, പള്ളി എപ്പോഴും തുറക്കാൻ നമ്മൾ തയ്യാറാണ്, അതിനൊരു തടസ്സമില്ല. പക്ഷേ പള്ളിയിൽ അർപ്പിക്കുന്ന കുർബാന ഏത് രീതിയിലായിരിക്കണമെന്ന് നിശ്ചയിക്കുന്ന കോടതിയല്ല. കോടതിക്കുള്ള അധികാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കോടതി ചെയ്യുമെന്ന് തോന്നുന്നില്ല, ഗവൺമെൻറ്റിനും ഇല്ല. അത് അതാത് സഭയുടെ അധികാരികളാണ് നിശ്ചയിക്കേണ്ടത്. അത് തീരുമാനിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ മറ്റ് ശബരിമലയുടെ വിഷയത്തിലാണെങ്കിലും ഏത് മതസ്ഥരുടെ അതിലും അവരുടെ ആചാരങ്ങൾ നിശ്ചയിക്കുന്ന അവരവരുടെ മതമേലധികാരികളായിരിക്കും. അപ്പോൾ അതാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് മീഡിയേഷന് പ്രസക്തി ഇല്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഇനി കോടതി എങ്ങനെയാണ് കേസ് ഇനി അഫിഡാവിറ്റൊക്കെ സമർപ്പിച്ച ശേഷം അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ കോടതി എങ്ങനെയാണ് ഈ കേസ് ഡിസ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് അറിയാൻ പാടില്ല. അതിന് ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ വെച്ചാൽ ഈ വളരെയധികം ഒരു തീച്ചൂള അനുഭവങ്ങളിലൂടെ അച്ഛൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ തീച്ചൂള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥ, ഏകാന്തത, അതൊക്കെ അച്ഛൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഒരു സഭയോടൊപ്പം, ആ സഭയുടെ ഒരു പ്രബോധനങ്ങൾക്കൊപ്പം, സഭ പറയുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കാൻ അച്ഛനെ പ്രേരിപ്പിക്കുന്ന ഒരു ചേതോവികാരം എന്താണ്? എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന നഷ്ടങ്ങളോ കോട്ടങ്ങളോ ഒന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ സഭയ്ക്ക് വേണ്ടിയിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് വൈദിക വൃത്തി സ്വീകരിച്ച ഒരാളാണ്. ഈ വൈദിക ജീവിതം ഞാൻ നയിക്കുമ്പോൾ എനിക്ക് വ്യക്തിപരം ഒത്തിരിയേറെ നഷ്ടങ്ങളുണ്ടാകും. ഇപ്പോൾ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ചപ്പോൾ എൻ്റെ പ്രൈവസി നഷ്ടമായി, ഞാൻ എല്ലാവരും നോട്ടപ്പുള്ളിയായി. എൻ്റെയും ആൻഡ്രൂസ് പിതാവിൻ്റെ പോലും അവിടെ വലിയ ഫ്ലക്സ് ബോർഡ് വെച്ചിരിക്കും ഞങ്ങളെ നീക്കം ചെയ്യണമെന്ന്. എന്തെല്ലാം പ്രയാസങ്ങൾ വ്യക്തിപരമായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ എവിടെ വെച്ചാലും ശ്രദ്ധിക്കപ്പെടുകയാണ്. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ നഷ്ടങ്ങളും കോട്ടങ്ങളുമാണ്. പക്ഷേ ഞാൻ സഭയ്ക്ക് വേണ്ടിയാണ് ഈ സഹനം ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. സഭയ്ക്ക് വേണ്ടി സഭയുടെ അധികാരികളോട് ചേർന്ന്, സഭയോട് ചേർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സഭാത്മകമായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. അതിൽ ഞാനൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് എൻ്റെ എനിക്ക് ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഇതിനിടയ്ക്ക് ഞാൻ തന്നെയാണ് അവിടെ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നത്. ഒരിക്കൽ പാചകം ചെയ്തതിൽ ഒരു മീൻ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മീൻ തെറിച്ച് വീണ് എൻ്റെ കൈ തിളച്ച എണ്ണയിൽ വീണ് പൊള്ളി. അതുപോലും അവിടെ വാട്സപ്പിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ എനിക്കെതിരായിട്ട് നിൽക്കുന്നവർ, ഞാൻ പൊള്ളലേറ്റ് വളരെ ഗുരുതരാവസ്ഥയിൽ ലിസി അത് പ്രവേശിപ്പിക്കുകയാണെന്ന് പോലും പറഞ്ഞു പരുത്തി എന്നെ. എന്തെല്ലാം നഷ്ടങ്ങളുണ്ടായി. ഞാൻ പാചകം ചെയ്ത് എൻ്റെ ഭക്ഷണം ഞാൻ തന്നെ പാചകം ചെയ്യുന്നു, ഞാൻ തന്നെ കറി ഉണ്ടാക്കുന്നു, അതിൻ്റെ എണ്ണ തെറിച്ച് വീണതാണ്, ശരിയാണ്, സംഭവം ഉണ്ടായതാണ്. പക്ഷേ അത് ഏതോ ഒരു ദൈവകോപം മാതിരി എന്നുള്ള രീതിയിലാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ഒരു ദൈവകോപം ഇതിൻ്റെ അകത്തില്ല. ഇത് സാന്ദർഭികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അതാർക്കും സംഭവിക്കാം, അല്ലേ? വിമത വൈദികരിലും പലർക്കും പല അസുഖങ്ങളായിട്ട് കിടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാനൊന്നും വിളിച്ചു പോകാൻ പോകുന്നില്ല. അതെല്ലാം ഈ സന്ദർഭത്തിൽ എല്ലാം ദൈവകോപമായിട്ട് ചിത്രീകരിച്ചിട്ട് ഞാൻ തയ്യാറല്ല.
അപ്പോൾ അങ്ങനെയുള്ള സഹനങ്ങളും എല്ലാം എനിക്ക് നാനാവസ്ഥ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ഇടവജനങ്ങളിൽ നിന്ന് എല്ലാവരും നിന്ന് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും സഭയ്ക്ക് വേണ്ടിയുള്ള ആ സഹനത്തോട്, അത് ദൈവത്തിന് വേണ്ടിയുള്ള, സഭയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഈശോയുടെ ശരീരമാണല്ലോ, ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹനമായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ഈശോയ്ക്ക് വേണ്ടി സഹിക്കുന്നതിന് ആർക്കെന്നെ തടയാൻ പറ്റും? ആർക്കും എന്നെ തടയാൻ പറ്റില്ല. അപ്പോൾ പൗലോസ് പറഞ്ഞ പോലെയാണ്, ഒരു കപ്പലപടം ഉണ്ടായി, ജയിലറയിലായി, കല്ലേറിന് വിധേയരായി, പക്ഷേ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അനുഭവത്തിലേ എനിക്കിപ്പോൾ ഉള്ളത്. ഇതെല്ലാം ആരെല്ലാം എന്നെ കല്ലെറിഞ്ഞാലും, ഞാൻ കുർബാന അവഹേളിച്ചെന്ന് മറ്റുള്ളവർ പറഞ്ഞു വരുത്തിയാലും ഞാൻ അതെല്ലാം സഹിക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ സഭയോട് ചേർക്കുകയാണ്. ഇനി ഞാൻ സഭയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് സഭയ്ക്ക് എന്തെങ്കിലും തെറ്റുപറ്റി അവർ ദൈവം നോക്കിക്കൊള്ളും. ഞാനിതിന് അതിൻ്റെ അകത്ത് ബേജാറാകുന്നതിനാണ്. അച്ചടക്കമുള്ള ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ഞാൻ പെരുമാറണം. അതെൻ്റെ ഒരു ബോധ്യമാണ്. ആ ബോധ്യത്തിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അച്ഛന് പാരലായിട്ട് ഇപ്പം ഇടവകയുടെ ആൻഡ്രൂസ് പിതാവ് ഏൽപ്പിച്ച, ബസിലിക്ക ഇടവകയുടെ ആൻഡ്രൂസ് പിതാവ് ഏൽപ്പിച്ച ഒരു ചുമതലയുണ്ട്. അപ്പോൾ തന്നെ പാരലായിട്ട് മറ്റൂരിൻ്റെ ഇടവക വികാരി തന്നെയാണ് അച്ഛൻ. ഞാൻ എന്നെ സേതേ പ്ലേനെ എന്നുള്ള പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് വെച്ചിരിക്കുന്നത്. മറ്റൂരിൻ്റെ വികാരി സ്ഥാനത്ത് തുടർന്നുകൊണ്ട് തന്നെ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. എന്നെ മറ്റൂരിന് ഇതിൽ മാറ്റിയിട്ടില്ല. മാറ്റുന്നവരെ ഞാൻ തന്നെയാണ് മറ്റൊരു വികാരി. അപ്പം ഞാൻ അവിടെയും ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അപ്പം ഞാൻ ഇവിടുന്ന് അവിടെ പോയ ആ ഒരാഴ്ച കൊണ്ട് ഇവിടെയുള്ള കൊച്ചച്ഛനെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കിയും ഒക്കെ അവർ ഈ അച്ഛന്മാരുടെ സഹായത്തോടെയും വിമതരായിട്ടുള്ള ആളുകളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വികാരം കൊള്ളിച്ച് ഈ ബസിലിക്കയിൽ നടന്ന സംഭവവാസങ്ങളുടെ വീഡിയോ ഫുട്ടേജ് എല്ലാം ദുർവ്യാഖ്യാനിച്ച് അവരെയൊക്കെ അവരുടെ മനസ്സും അവരുടെ വൈകാരികമായി അവരെ ഇളക്കി ബേമയൊക്കെ എടുത്ത് മാറ്റി ജനാഭി കുർബാനയാക്കി മാറ്റി. എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത വിധത്തിൽ അവർ, കൊച്ചച്ഛൻ പട്ടം കെട്ടിയിട്ട് 2 വർഷമേ ആയുള്ളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെയും അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയും അങ്ങനെയാക്കി. പിന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഞാനാണെങ്കിൽ ബസിലിക്കയിൽ അവിടെ ഒരു സംഘർഷത്തിൻ്റെ മടു നിൽക്കുന്നു, ഇവിടെ അച്ഛൻ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പല കാര്യങ്ങളും എന്നോട് പറയാറില്ല. കാരണം കൂടുതൽ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചച്ഛൻ പറയാറില്ലായിരുന്നു. പക്ഷേ അച്ഛൻ ആ നിലയിൽ വളരെ പക്വമായിട്ട് തന്നെ അച്ഛൻ സാഹചര്യങ്ങൾ നേരിട്ടു. അച്ഛൻ നിവൃത്തിയില്ലാതെ വന്നുകൊണ്ട് അച്ഛൻ ചെയ്തതാണ്. അച്ഛൻ ഒറ്റയ്ക്ക് ഈ ആളുകളെല്ലാം അരച്ചു വരുമ്പോൾ എന്തു ചെയ്യും? എന്നാൽ മറ്റൊരു ഭൂരിപക്ഷം ആളുകളും സഭയോട് ചേർന്ന് നിൽക്കണവർ ആഗ്രഹിക്കുന്നവരാണ്, ഈ കുർബാന ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഒരു ന്യൂനപക്ഷമാണ് ഇവിടെ കൈയടക്കിയതും, ഒരു ന്യൂനപക്ഷമാണ് ഇങ്ങനെ വികാരം കൊള്ളിച്ച്. പക്ഷേ മറ്റുള്ള ഭൂരിപക്ഷത്തിൻ്റെ മാന്യത അവർക്ക് കൂടുതൽ വളം വെച്ച് കൊടുത്തു. അവർ അലമ്പിനോ വഴക്കിനോ ഒന്നും വരാറില്ല. അതുകൊണ്ട് ആ സന്ദർഭം മുതലാക്കി ഈ ന്യൂനപക്ഷമാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇപ്പം ഞാൻ അതിന് ശേഷം ഇവിടെ വന്നു. ഞാൻ കുർബാന ചൊല്ലിയില്ല, ഞാൻ സങ്കീർത്തിയിലാണ് ചെല്ലുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് പഴയ അവസ്ഥയിലാക്കാനായിട്ട് ഞാനൊരു സംഘർഷം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇടയ്ക്ക് ജനുവരി 5 തിരുനാളായിരുന്നു. ആ തിരുനാളിന് അവരെ അച്ഛൻ വന്ന് കൊടിയേർത്തണമെന്ന് പറഞ്ഞു. പക്ഷേ മറ്റൂർക്കാർക്കാർക്കും എതിർപ്പില്ലെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലും വരുമല്ലെന്ന് അറിഞ്ഞുവിടുന്ന അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ 2 രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഞാൻ വരുന്നതിന് തടസ്സമില്ലെങ്കിൽ മറ്റുള്ളവർ വരുന്നതിനെ നിങ്ങൾ ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ ധർമ്മമല്ലേ. അത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഞാൻ വന്ന ഒരു സംഘർഷം ഉണ്ടാക്കാൻ ഞാനില്ല. 2 വർഷത്തെ കൊറോണയ്ക്ക് ശേഷമാണ് തിരുനാൾ നടത്തുന്നത്. തിരുനാളിന് ഞാൻ വന്നിട്ട് ഒരു സംഘർഷം ഉണ്ടാക്കി അവിടെ പോലീസിൻ്റെ സാന്നിധ്യമൊക്കെ വരുത്തി ഞാൻ അതിന് തയ്യാറല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നിങ്ങൾ തിരുനാൾ ഭംഗിയായിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ വിളിച്ച അച്ഛന്മാരെയൊക്കെ അവർ വീണ്ടും വിളിച്ച് അച്ഛന്മാർ പലരും ഒഴിഞ്ഞു. ജനാഭിമുഖ കുർബാന ചെല്ലാൻ തയ്യാറുള്ള അച്ഛന്മാരൊക്കെ വിളിച്ചാണ് പെരുന്നാൾ നടത്തിയത്. പെരുന്നാളെല്ലാം ഭംഗിയായിട്ട് കഴിയുകയും ചെയ്തു. അതിലൊന്നും ഞാൻ ഇടപെട്ടില്ല. തിരുനാളിൽ ഞാൻ വന്നേയില്ല. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ സഭാ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന വൈദികർക്ക് ആക്ച്വലി എന്താണ് പറയുന്നത്? ഏതെങ്കിലും പുറമേ നിന്നുള്ള ശക്തികൾ ഇവരെ ഹൈജാക്ക് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഈ സഭാവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന നമ്മുടെ അൽമായരെയൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം ആരോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെയും ആൻഡ്രൂസ് പിതാവിൻ്റെയും ഒക്കെ ഫോൺ കോളുകൾ പോലും ചില തീവ്ര സ്വഭാവമുള്ള ചില മതസംഘടനകൾ ചോർത്തുന്നതായിട്ട് ഇങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് തെളിവൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള തീവ്ര നിലപാടുകളുള്ള, അതേസമയത്ത് തന്നെ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ, കത്തോലിക്ക സഭയുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന
ചില ശക്തികൾ ഈ വൈദികരെ സഹായിക്കുന്നതായിട്ട് സാമാന്യ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും പിന്നെ ആരോ ഒക്കെ, അതായത് സഭയുടെ ഉള്ളിലുള്ള സഭയോട്, സഭാ നേതൃത്വത്തോട് ശത്രുതയുള്ള സമ്പന്നരായ ചില ആളുകളെങ്കിലും ഇവരെ കൈയച്ച് സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. കത്തോലിക്ക സഭ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരും ഇവരെ കൈയച്ച് സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് സാമാന്യമായ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കയ്യിൽ തെളിവില്ല, പക്ഷേ ഒരു സാമാന്യ നിരീക്ഷണത്തിൽ നിന്ന് ഇപ്പോൾ കലൂര് ഓഗസ്റ്റ് 7-ാം തീയതി വലിയ സമ്മേളനം നടത്തി. ഇവിടെ പാപപരിഹാരാർത്ഥം ഇവിടെ മറൈൻ ഡ്രൈവ് നടത്തി. എന്നാൽ നിങ്ങൾ ഇരട്ടതാപ്പ് ഓർത്തോണം, ഈ 2021 സെപ്റ്റംബർ 5-ാം തീയതിയാണ് പ്രസന്നപുരം ഹോളി ഫാമിലി ദേവാലയം ഫാദർ സെലസ്റ്റിൻ ഇഞ്ചക്കൽ കുർബാനയിൽ കൊണ്ടിരുന്നപ്പോൾ അതിക്രമിച്ച് കടന്ന് മധുബഹായും എല്ലാം അലങ്കോലമാക്കിയത്. അന്ന് ഈ അച്ഛന്മാർക്ക് ആർക്കും ഒരു പാപപരിഹാരം ചെയ്യണമെന്ന് തോന്നിയില്ല. ആ പള്ളി ഡെസക്രേറ്റ് ചെയ്തിട്ടും ഈ അച്ഛന്മാർക്ക് ആർക്കും പള്ളിയെ അവഹേളിച്ച്, വിശുദ്ധ കുർബാനെ അവഹേളിച്ചെന്നുള്ള ഒരു തോന്നലുണ്ടായില്ല. അതെന്താ അർത്ഥമാക്കുന്നത്? ഇരട്ടത്താപ്പല്ലേ? അങ്ങനെയാണോ ഒരച്ഛൻ ചെയ്യേണ്ടത്? അതും ഈ എറണാകുളം രൂപതയിലെ ഒരച്ഛൻ, എറണാകുളം രൂപതയിലെ ഒരു പള്ളി, അതും കുർബാന നടന്ന സമയത്ത് പകല് തന്നെ നടന്ന സംഭവമല്ലേ? അതിൻ്റെ വീഡിയോ അവരുടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. എന്നിട്ടും അതിലൊരു കുണ്ഠിതവും അന്ന് ക്യൂരിയയിലുള്ളവർക്കോ ആർക്കും തോന്നിയില്ലല്ലോ. അപ്പോൾ അവരോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ അച്ഛന്മാരും അവരെല്ലാവരെയും എപ്പോഴും ഇകഴ്ത്തി കാണിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുന്നവരെ പുകഴ്ത്തുകയും ചെയ്യുന്ന നിലപാടാണ് വൈദികർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിന് ധാരാളം പൈസ ചിലവാകുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു മാസധ്യാനത്തിന് ഏതോ ഒരു അച്ഛന്മാരോട് പറഞ്ഞു, ബെസിലിക്കയിൽ തന്നെ മാസധ്യാനത്തിലാണ്, പറഞ്ഞു ഇപ്പം തന്നെ 40ഓളം കേസുകളുണ്ട്, നല്ല പൈസ ചിലവുണ്ട്, പൈസയൊക്കെ തീർന്നു, നിങ്ങൾ അച്ഛന്മാർ പൈസ തരണം, ഇനി കേസിന് ആരും ആദ്യം പോകരുത്, എന്നെ പോകുകയാണെങ്കിൽ തന്നെയും അത് ഞങ്ങളോട് ആലോചിച്ചിട്ടേ ഉള്ളൂ. ഈ കേസുകളെല്ലാം സെൻട്രലൈസ് ചെയ്യും, അവർക്ക് ഫണ്ട് കൊടുക്കുകയും ചെയ്യുന്നത് ഒരച്ഛൻ്റെ നേതൃത്വത്തിലാണ്. ആ അച്ഛനിലേക്കാണ് ഫണ്ടെല്ലാം വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ സോഴ്സ് ഓഫ് ഇൻകം പറയുന്നില്ല അവർ. ഇപ്പോൾ ബെസിലിക്കയിലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊടുത്ത കേസ് പോലും ഇവരറിഞ്ഞ കൊടുത്തിരിക്കുന്നതാണ്. അതിന് ഫണ്ടിങ്ങാണ്. ഹൈക്കോടതിയിലേക്ക് ഒരു വക്കീലിന് കൊടുക്കുമ്പോൾ നല്ല പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ കേസുകളിന് അധികം പോകാതിരിക്കുക, പോകണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഇവരോട് ആലോചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫണ്ടില്ല. എവിടെ നിന്നാണ്? ഇപ്പോൾ ഇവിടെ നീതിയജ്ഞം നടത്തി, എവിടെ നിന്നാണ് ഈ അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുപോകുന്നത്? നമ്മുടെ തന്നെ അതിരൂപതയുടെ ചില സ്ഥാപനങ്ങളിൽ നിന്നാണ്. അവിടെ കൂടിയിരുന്ന അച്ഛന്മാർക്ക് ഭക്ഷണമൊക്കെ നിർബാധമായിട്ട് എത്തിച്ചത്. അതെങ്ങനെയാണ് കണക്കിൽ കൊള്ളിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഈ സഭയുടെ, എറണാകുളം അതിരൂപതയുടെ മിക്കവാറും സമ്പന്നമായ സ്ഥാപനങ്ങളിലൊക്കെ ഈ വൈദികരാണ് മേധാവിത്വം. ആരും ചോദിക്കാനില്ല, പറയാനില്ല. അവരെല്ലാം അതിൽ നിന്ന് പല രീതികളിലൂടെ പണം ഇതിലേക്ക് ഒഴുക്കുകയാണ്. അപ്പോൾ അതുകൂടാതെ സഭയുടെ ശത്രുക്കളായിട്ടുള്ളവർ, ഇവരെ സഭ തകർന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ ധാരാളം സഹായിക്കുന്നുണ്ട്, വിദേശത്തു നിന്നാണെങ്കിലും സ്വദേശത്തു നിന്നാണെങ്കിലും. എനിക്കറിയാം, ഈ വിദേശത്ത് പഠിച്ചിരുന്ന പല അച്ഛന്മാരും ഈ ഭൂമി വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴേ വിദേശത്ത് പഠിച്ച അച്ഛന്മാർ ഒരച്ഛൻ്റെ അക്കൗണ്ടിലൂടെ ഇവിടെയുള്ള സഭ നിരോധിച്ചിട്ടുള്ള ഒരു അൽമായ സംഘടനയ്ക്ക് പണം എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലാണ് അവർ ഉണ്ടാകുന്നത്. എവിടുന്ന ഈ പൈസ എല്ലാം എത്രയോ ജീവകാരുണ്യപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതിനു വേണ്ടി ചെലവഴിച്ച ഊർജം, എനർജി ഇത്രയും നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാമായിരുന്നു. അതൊന്നും ഉപയോഗിക്കാതെ ഈ ഒരു ദുശാഠ്യത്തിൻ്റെ പേരിൽ തെറ്റായ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ്. അപ്പം അതുകൊണ്ട് ഇത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എവിടെ ചെന്ന് എത്തുന്ന ആർക്കുമല്ല. ഇപ്പോൾ പലരും പറയണത് ഡിവിഷൻ ഉണ്ടാകും എന്നൊക്കെയാണ് പറയണത്. ഡിവിഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഡിവിഷൻ ഉണ്ടാകുന്ന ജനങ്ങൾ കൂടെ ഉണ്ടാകുന്ന കാര്യം സംശയമുണ്ട്. അച്ഛന്മാർ ഡിവിഷൻ വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എത്രമാത്രം അതിനോട് സഹകരിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. ഡിവിഷൻ ഉണ്ടാകാതിരിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അച്ഛന്മാരൊക്കെ ശിക്ഷിക്കാത്തതെന്ന് ചോദിക്കാറുണ്ടല്ലോ.
എന്തുകൊണ്ട് ഈ എത്രയും നിയമലംഘനങ്ങളും അധികാരികളെ അനുസരിക്കാതെയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് അച്ഛന്മാരെ ശിക്ഷിക്കുന്നില്ല എന്ന് സഭയുടെ കാഴ്ചപ്പാട് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരെയും കൂട്ടായ്മയിൽ നിർത്തുക എന്നുള്ളതാണ്. എല്ലാവരെയും ഒരു കൂട്ടായ്മയിൽ നിർത്തുക, ആരെയും ശിക്ഷിക്കാനല്ല. എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ധൂർത്തപുത്രൻ പോയെങ്കിലും അപ്പൻ മടങ്ങി വരെ കാക്ഷിച്ചില്ലേ? അവൻ ചോദിച്ചെല്ലാം കൊടുത്തു, എങ്കിലും അവനെ സ്നേഹിക്കായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ആരും നശിച്ചു കാണാനായിട്ട് സഭയുടെ നേതൃത്വമോ സഭയോ ആഗ്രഹിക്കുന്നില്ല. സഭയുടെ ക്ഷമാശീലവും കാരുണ്യവും ഈശോയുടെ തന്നെയാണ്. ഈശോയുടെ ശരീരത്തിൻ്റെ തുടർച്ചയാണല്ലോ, ഈശോയുടെ ശരീരം തന്നെയാണല്ലോ സഭയും, ഈശോയുടെ തുടർച്ചയാണല്ലോ സഭ. അതുകൊണ്ട് ആ സഭയുടെ കാരുണ്യ സ്നേഹമാണ്, അതുകൊണ്ടാണ് ശിക്ഷിക്കാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ട് ശിക്ഷിക്കാനായിട്ട് ഒത്തിരിയേറെ വകുപ്പുകളുണ്ട്. ഇപ്പോൾ കാനൂനികമായിട്ട് ഒരു പിതാവിനെതിരെ ആക്രോശിക്കുകയോ പിതാവിനെ അസഭ്യം പറയുകയോ പിതാവിനെ ചെയ്ത് കഴിഞ്ഞാൽ കാനൂനികമായി ശിക്ഷ നടപടികളുണ്ട്. പക്ഷേ ആ പിതാക്കന്മാരും എടുക്കുന്നില്ല. അപ്പോഴും അവരെ സ്നേഹിക്കുകയാണ്. അവരുടെ ഒരു മടങ്ങി വരവിന് വേണ്ടി ആ പിതാവിനെ പോലെ ആ ധൂർത്തപുത്രനെ മടങ്ങി വരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന, അതാണ് സഭയുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അത് എളുപ്പം എല്ലാവർക്കും ദഹിക്കുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ പെട്ടെന്ന് ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ശിക്ഷിക്കണമെന്നുള്ള കാഴ്ചപ്പാടാണ് സാധാരണ മനുഷ്യരുടേത്. അതുകൊണ്ട് കുറേ പേരെങ്ങനെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാകുമായിരുന്നു തോന്നുന്നു. പക്ഷേ സഭ ആ രീതിയിലല്ല ചിന്തിക്കുന്നത്. സഭ ഈശോയുടെ ഒരു മാർഗത്തിലൂടെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ശിക്ഷിക്കാത്തതെന്നാണ് എൻ്റെ ഒരു